പാലക്കാട് പെരുവെമ്പിൽ 14 വർഷം മുൻപ് ആൾക്കൂട്ടം മാനസിക വൈകല്യമുള്ള ആളെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. പെരുവെമ്പ് സ്വദേശി രാജേന്ദ്രനാണ് 2010-ൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 8 പേരെയാണ് കോടതി ശിക്ഷിച്ചത്. രാജേന്ദ്രന്റെ അമ്മ വർഷങ്ങളോളം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നീതി ലഭിച്ചത്. 2010 ഫെബ്രുവരി 18-നാണ് കേസിനാസ്പദമായ സംഭവം. വർഷങ്ങളായി മനോദൗർബല്യത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു പെരുവെമ്പ് സ്വദേശി രാജേന്ദ്രൻ. രാജേന്ദ്രന്റെ വീടിന് സമീപത്തെ ഓലപ്പുര ആരോ തീയിട്ട് നശിപ്പിച്ചിരുന്നു. ഇത് ചെയ്തത് രാജേന്ദ്രനാണെന്ന് ആരോപിച്ച് ആൾക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. സംഭവ ദിവസം രാത്രി 9 മണിയോടെയാണ് ആദ്യം മർദ്ദിച്ചത്. തുടർന്ന് പുലർച്ചെ 2 മണിയോടെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. 2:30 വരെ ഇത് തുടർന്നു. പുലർച്ചെ 5 മണിക്ക് പോലീസ് സംഭവസ്ഥലത്തെത്തിയപ്പോഴേക്കും രാജേന്ദ്രൻ മരിച്ചിരുന്നു. കേസിലെ പ്രതികളായ വിജയൻ, കുഞ്ചപ്പൻ, ബാബു, മുരുകൻ, മുത്തു, രമണൻ, മുരളീധരൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പാലക്കാട് 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചത്. പക്ഷേ വിചാരണ ഒരുപാട് വർഷം നീണ്ടുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ സാക്ഷികളെ സ്വാധീനിക്കുമോ എന്നുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ചില സാക്ഷികളൊക്കെ കൂറുമാറിയെങ്കിലും നല്ല തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. രാജേന്ദ്രന്റെ അമ്മ രുക്മിണി വർഷങ്ങളായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതി വിധി. വിധിയിൽ തൃപ്തരാണെന്ന് രാജേന്ദ്രന്റെ കുടുംബം പ്രതികരിച്ചു. 14 കൊല്ലം അയാളുടെ കാലിലോട്ട് തന്നെ വന്നത്. ഈ 14 കൊല്ലം നടന്നതിന് വളരെ നന്ദി. എൻ്റെ ഭർത്താവിനെയാണ് ഇവര് 14 വർഷമായി നീതി കിട്ടിയതിന് വളരെ നന്ദി. 14 വർഷം എൻ്റെ അമ്മ നടക്കാൻ തുടങ്ങിയിട്ട് അമ്മയും എൻ്റെ മക്കളും ചെറുതായിരുന്നു, കുഞ്ഞു കുട്ടികളായിരുന്നു. ഞാൻ അതുകളിൽ ചെറുത് വലുതാക്കിയാലേ പിച്ചെടുത്തില്ലെന്നേ ഉള്ളൂ. അതേസമയം കേസിൽ ശിക്ഷ ലഭിച്ച മുഴുവൻ പ്രതികളെയും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജനം, പാലക്കാട്.